ഹായ് എവരി വൺ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസിനെ ടോപ്പിക് ബേസ് ചെയ്ത ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പരിഷ്കർത്താക്കളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എല്ലാ പോയിൻറ്റും പഠിച്ചു. ഇനി നമ്മൾ എക്സ്ട്രാ ഫാക്റ്റ് പഠിക്കാനായിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക്, SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് ഈ ലെസൺ നമ്മൾ ഓൾറെഡി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണണം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചാണ് പറയുന്നത്. വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. നമ്മൾ പഠിച്ചു അല്ലേ ഓൾറെഡി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് അഖില തിരുട്ട്, അരുൾനൂല്. ഇനി അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളോ? ദക്ഷിണേന്ത്യയിൽ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെടുന്നു. അപ്പം വൈകുണ്ഠസ്വാമികളുടെ ധാർമ്മികമായ വിശ്വാസ വ്യവസ്ഥയാണ് അയ്യാവഴി എന്നറിയപ്പെടുന്നത്. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു. അടുത്തതാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി എന്നിവ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി എന്നിവ. ശ്രീനാരായണ ഗുരു കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. അതായത് അതിനെതിരായിട്ട് നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ക്ഷേത്രപ്രതിഷ്ഠ നടത്തി. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അടുത്തതാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധീകരണമാണ് പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം. എല്ലാ PSC പരീക്ഷകളിലും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. ചട്ടമ്പി സ്വാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളായിരുന്നു ജാതി വ്യവസ്ഥയെയും യുക്തരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകി. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തകാധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു. അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന യോഗം. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കൊടുക്കുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതും ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി നിലകൊണ്ടു. ജാതി വ്യവസ്ഥയെ എതിർത്ത് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമാല സമരം. ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത്. അടുത്തതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനിയുടെ പത്രാധിപനാണ് K. രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രം ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അൽ ഇസ്ലാം, അറബി മലയാളം മാസികയായ അൽ ഇസ്ലാമും ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഇനി അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് ഇസ്ലാമികത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ അദ്ദേഹം ഉപദേശിച്ചു. അടുത്തതാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് അഭിനവ കേരളം, അതൊരു മാസികയാണ്. ഇനി ആത്മവിദ്യാകാഹളം പത്രിക. അഭിനവ കേരളവും ആത്മവിദ്യാകാഹളവും ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെ. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചത് വാഗ്ഭടാനന്ദനായിരുന്നു. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. യുക്തിചിന്തയും വിമർശന ചിന്തയെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അടുത്തതാണ് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അഥവാ ചാവറയച്ചൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ആത്മാനുപാതം, ഇടയ നാടകങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നാലാംഗമങ്ങൾ എന്നിവ. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു.
സമൂഹത്തിലെ ദരിദ്രർക്ക് വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. 1846 കോട്ടയം മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് മാർ കുര്യാക്കോസ് ചാവറയാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നതും ചാവറയച്ചനായിരുന്നു. അടുത്തതാണ് വി ടി ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം. പരിഷ്കാരങ്ങൾ നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചും സ്ത്രീധന സമ്പ്രദായത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളുടെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചേർത്തു. നമ്പൂതിരിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരങ്ങളാണ് സ്ത്രീധന സമ്പ്രദായം, അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ കുട്ടികളെ പ്രായമായവർ വിവാഹം കഴിക്കുന്ന രീതി. ഇതെല്ലാം അദ്ദേഹം എതിർത്തതാണ് വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. ഇനി പുസ്തകത്തിൽ പറയുന്നതാണ് ചാനാർ കലാപത്തെക്കുറിച്ച്. സാമൂഹ്യ നീതി സംരക്ഷിക്കുന്നതിനായി നടന്ന ആദ്യകാല സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ചാനാർ കലാപം. സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്കുണ്ടായിരുന്നതുപോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അന്ന് ചാനാർ സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. കേണൽ മൺറോ ദിവാനായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാനാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നു. അപ്പോൾ കേണൽ മൺറോയാണ് ചാനാർ സ്ത്രീകൾക്ക് മതപരിവർത്തനം നടത്തിയാൽ മാറുമറയ്ക്കാൻ അവകാശം നൽകിയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ആ പോയിന്റ് അതേപോലെ വന്നിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് സംതൃപ്തരാകാതിരുന്ന ചാനാർ സമുദായങ്ങൾ സവർണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ മേൽമുണ്ടുകൂടി ധരിച്ച് പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. തുടർന്ന് 1859 ജൂലൈ 26 വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന എല്ലാ വിലക്കുകളും നിരോധിച്ചുകൊണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ഒന്ന് അറിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അടുത്തതാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924, 25 എന്ന കാലഘട്ടങ്ങളിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്തിനായിരുന്നു? അയിത്തോച്ചാടനമായിരുന്നു. ഇതിൻ്റെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ലക്ഷ്യം. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം? വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക. ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ തുടങ്ങിയ സുപ്രധാന നേതാക്കൾ ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കളാണ് ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ഈ സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു. അപ്പം മന്നത്ത് പത്മനാഭൻ, സവർണ ജാഥ, വൈക്കം സത്യാഗ്രഹം. അപ്പം സവർണ ജാഥ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. ആരാണ് സവർണ ജാഥ നടത്തിയത്? അത് മന്നത്ത് പത്മനാഭനാണ് നടത്തിയത്. ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരികയും റാണി സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അപ്പം വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി? റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു. സേതുലക്ഷ്മി ഭായിക്ക് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയ അംഗങ്ങൾ ഒരു നിവേദനം നൽകുന്നു. വൈക്കം സത്യാഗ്രഹവും സവർണജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം സ്വാധീനിക്കുന്നതിന് വളരെ സഹായകമായി. ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ 1925 സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925. ആരുടെ ഇടപെടൽ മധ്യസ്ഥതയിലാണ്? മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകളൊഴികെ ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തി. ഇങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം? ഗുരുവായൂർ ക്ഷേത്രനട എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക. കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. പൂർണ്ണ
പൂർണ്ണമായും സവർണർക്കായി നിയന്ത്രിക്കപ്പെട്ടിരുന്നു. 1931 നവംബർ 1 കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1. ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കെ കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. പ്രതിലോമകാരികളായ സവർണർ എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള തുടങ്ങിയ സന്നദ്ധ സേവകരെ ആക്രമിച്ചു. തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു. ഇതിനുശേഷം അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജനാഭിപ്രായം ആരായുന്നു. പിന്നെ പൊതുജനാഭിപ്രായം നടത്തിയത്, ജനഹിത പരിശോധന നടത്തിയത് പൊന്നാനി താലൂക്കിലാണ് കേട്ടോ. അപ്പം ഈ അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജനാഭിപ്രായം അറിയുന്നതിന് വേണ്ടി പൊന്നാനി താലൂക്കിൽ ഒരു ജനഹിത പരിശോധന നടത്തുന്നു. ഈ ജനഹിത പരിശോധന അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടുവെന്ന് പറയാം. എന്നിരുന്നാൽ പോലും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു. ആധുനിക കാലത്തെ മഹാത്ഭുതം. എന്താണ് ആധുനിക കാലത്തെ മഹാത്ഭുതം? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിളിച്ചതാണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന്. തൻ്റെ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകിക്കൊണ്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തെ കുറിച്ചു. അപ്പം ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഏത് വർഷം? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് നടത്തിയത്? 1936 നവംബർ 12 ആരാണ് നടത്തിയത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ വിളംബരമായ ഇത് ഒരു ചരിത്രരേഖയായിരുന്നു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി എങ്ങനെയാണ് വിളിച്ചത്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിളിച്ചു. ഇത് കേരള സമൂഹത്തിൽ നിശബ്ദവും രക്തരഹിതവുമായ ഒരു വിപ്ലവം കൊണ്ടുവന്നു. അവർണർക്ക് തങ്ങളുടെ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് കൊച്ചിയിലെയും മലബാറിലെയും ഭരണകൂടങ്ങൾ സമാനമായ നിയമങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ വന്നതുപോലെ തന്നെ കൊച്ചിയിലും മലബാറിലുമെല്ലാം ഇത് പ്രാബല്യത്തിൽ വരുന്നു. അടുത്തതാണ് പാലിയം സത്യാഗ്രഹം. 1947 മുതൽ 48 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാന പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ പാലിയം സത്യാഗ്രഹവും അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടതാണ്. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. കൊച്ചി രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് സവർണരുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലെ മുൻ മന്ത്രിമുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. എന്താണ് പാലിയം സത്യാഗ്രഹം? നമ്മുടെ കൊച്ചി ദിവാനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുൻവശത്തുള്ള റോഡിൽ കൂടി അവർണ ജാതിയിൽപ്പെട്ടവർക്ക് നടക്കാനുള്ള അനുവാദമില്ലായിരുന്നു. അവർണർ ഇതിലെ നടക്കാൻ ശ്രമിക്കുന്നത് ഒരു സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ഈ സാഹചര്യത്തിൽ പാലിയം റോഡ് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ പാലിയം കുടുംബത്തെ നിർബന്ധിക്കുന്നതിനായി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയവർ സംയുക്തമായ ഒരു സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നു. സി കേശവ. അപ്പോൾ പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP. സി കേശവനാണ് തുടക്കം കുറിച്ച 1947 ഡിസംബർ 4 ഇത് ആരംഭിക്കുന്നത്. പാലിയം സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കുന്നത് 1947 ഡിസംബർ 4. ആരുടെ നേതൃത്വത്തിൽ? സി കേശവൻ്റെ നേതൃത്വത്തിലായിരുന്നു. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിക്കുന്നു. അപ്പോൾ പാലിയ സത്യാഗ്രഹ സമയത്ത് മരണപ്പെട്ട നേതാവാണ് AG വേലായുധൻ. 1948 ഏപ്രിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി 1948 ഏപ്രിൽ
കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു. തുടർന്ന് അവർണർക്കും അഹിന്ദുക്കൾക്കും പാലിയം റോഡിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇതാണ് പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ, ഈഴവ, നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924 മാർച്ച് 30 വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രം വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഏത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു ടി രാഘവയ്യ. വൈക്കം സത്യാഗ്രഹ കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നു ടി രാഘവയ്യ ആയിരുന്നു. പ്രധാന നേതാക്കൾ ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. അപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ എന്നിവർ. വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എൻ കുമാരൻ തിരുവിതാംകൂർ നിയമസഭയിൽ 1925 പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം 21 എതിരെ 22 വോട്ടിന് പരാജയപ്പെടുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തോടനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നും വന്നതാണ് അകാലികൾ. അകാലികളുടെ നേതാവാണ് ലാൽ സിംഗ്. സത്യാഗ്രഹത്തോടനുബന്ധിച്ച് EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ഒരു ജാഥ നടന്നു. ആരുടെ നേതൃത്വത്തിലാണ് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടന്നത്? അത് EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായ സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായ സ്വാമി സത്യവർദ്ധൻ, കോട്ടുകോയിക്കൽ വേലായുധൻ എന്നിവർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമമായ വെല്ലൂർ മഠം സത്യാഗ്രഹികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വെല്ലൂരിലെ ആശ്രമമാണ് വൈക്കം സത്യാഗ്രഹ അനുകൂലികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ചത്. ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നീ അഹിന്ദുക്കളും വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സത്യാഗ്രഹം നടത്തി. അപ്പോൾ അഹിന്ദുക്കളായ ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവരും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കളാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഒരു നിരീക്ഷകൻ എന്ന നിലയിലെത്തിയതാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായാണ് അവസാനിച്ചത്. 1925 നവംബർ 23 സത്യാഗ്രഹം അവസാനിച്ചു. 1925 നവംബർ 23 വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള എല്ലാ നിരത്തുകളും ജാതിമത ഭേദമന്യേ തുറന്നുകൊടുത്തു. 603 ദിവസം നീണ്ടുനിന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാറാണി സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം സമർപ്പിക്കപ്പെട്ടു. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ 23,000 പേരായിരുന്നു ഒപ്പുവെച്ചത്. ഈ നിവേദനം എഴുതി സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു. 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരവും പുറപ്പെടുവിച്ചു. എന്താണ് സവർണജാഥ? മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയായിരുന്നു സവർണജാഥ. മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകിയത് 1924 നവംബർ 1 സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്.
ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത്. ഡോക്ടർ എം.ഇ. നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കും സവർണജാഥ നടന്നു. എം.ഇ. നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്നും നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടന്നു. സവർണജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സേതുലക്ഷ്മി ഭായിക്ക് ഈ 23,000 പേര് ഒപ്പിട്ട നിവേദനം സമർപ്പിക്കുന്നു. ഏത് റാണിക്കാണ് സമർപ്പിച്ചത്? റാണി സേതുലക്ഷ്മി ഭായിക്കാണ് സവർണജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭൻ നിവേദനം സമർപ്പിക്കുന്നത്. അടുത്തതാണ് കൽപ്പാത്തി സമരം. പാലക്കാട് കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് കൽപ്പാത്തി സമരം. കൽപ്പാത്തി സമരം എവിടെയാണ്? പാലക്കാട് കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരം. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടനയാണ് ആര്യ സമാജം. കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ആര്യ സമാജം. ആനന്ദ തീർത്ഥൻ, വേദബന്ധു അതായത് വെങ്കിടാചല അയ്യർ എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. അടുത്തത് ശുചീന്ദ്രം സത്യാഗ്രഹം. ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടന്ന സത്യാഗ്രഹം. ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹം. 1926 ഫെബ്രുവരി 19 സത്യാഗ്രഹം ആരംഭിക്കുന്നു. ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചത് 1926 ഫെബ്രുവരി 19. സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ എം.ഇ. നായിഡു. സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ മുത്തുസ്വാമിയാണ്. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എം.ഇ. നായിഡു, എച്ച്. പെരുമാൾ പണിക്കർ, പി.സി. താണുമാലയ പെരുമാൾ, ഗാന്ധിദാസ് എന്നിവരാണ്. അപ്പം ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എം.ഇ. നായിഡു, എച്ച്. പെരുമാൾ പണിക്കർ, പി.സി. താണുമാലയ പെരുമാൾ, ഗാന്ധിദാസ്. 1930 മെയ് 12 ശുചീന്ദ്രം സത്യാഗ്രഹം പുനരാരംഭിക്കുന്നു. പുനരാരംഭിച്ച സത്യാഗ്രഹത്തിൻ്റെ ക്യാപ്റ്റൻ ഗാന്ധി രാമൻ പിള്ളയായിരുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം 1931-32 കാലഘട്ടത്തിൽ. എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ്. 1931 വടകരയിൽ നടന്ന KPCC യോഗത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1931 വടകര സമ്മേളനം. 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചത്. K. കേളപ്പൻ, മന്നത്ത് പത്മനാഭർ എന്നിവരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി K. കേളപ്പനും ആയിരുന്നു. സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു A.K. ഗോപാലൻ. അപ്പം മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ്, K. കേളപ്പൻ സെക്രട്ടറി, വോളണ്ടിയർ ക്യാപ്റ്റൻ A.K. ഗോപാലൻ. ഗുരുവായൂർ ക്ഷേത്രം കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായി പ്രവർത്തിച്ചത് T. സുബ്രഹ്മണ്യ തിരുമുമ്പായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. 1932 സെപ്റ്റംബർ 21 K. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് K. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത് എന്നാ? 1932 സെപ്റ്റംബർ 21. 1932 ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യ ബ്രാഹ്മണനായിരുന്നു P. കൃഷ്ണപിള്ള. അതായത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മണിയുണ്ടല്ലോ, അപ്പം ഈ അഹിന്ദു ആയിട്ടുള്ള ഒരാൾ എന്നും ഈ ഒരു മണി അടിക്കണമെന്ന് ഇവരുടെ സമരത്തിൻ്റെ ഒരു രീതിയായിരുന്നു. ഇങ്ങനെ അഹിന്ദു അല്ല അവർണ ജാതിയിൽപ്പെട്ട അപ്പോൾ നമ്മുടെ P. കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രമണി അടിക്കുന്നു. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രമണിയടിച്ച ആദ്യ അബ്രാഹ്മണനാണ് P. കൃഷ്ണപിള്ള. സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി P. കൃഷ്ണപിള്ളയ്ക്കും A.K. ഗോപാലനുമൊക്കെ ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ജനഹിത പരിശോധനയിൽ അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലിക്കുകയും ചെയ്തു. സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് പൊന്നാനി താലൂക്കിലായിരുന്നു. ഇനി ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം. T.K. മാധവൻ്റെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം
പ്രക്ഷോഭം ആരംഭിച്ചത്. ആരുടെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിക്കുന്നത്? ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിലായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 1919 ടി.കെ. മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ടി.കെ. മാധവൻ ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിക്കുന്നു. ടി.കെ. മാധവൻ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിച്ചത്? 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഇതിനുശേഷമാണ് 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 1932 വി.എസ്. സുബ്രഹ്മണ്യ അയ്യരുടെ അധ്യക്ഷതയിൽ തിരുവിതാംകൂർ സർക്കാർ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. 1934 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ചെങ്ങന്നൂരിൽ 1935 നവംബർ 3 നടന്ന ഹരിജൻ സമ്മേളനത്തിന് ജി. രാമചന്ദ്രനാണ് അധ്യക്ഷത വഹിച്ചത്. 1936 മാർച്ച് 22 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി രൂപീകരിക്കാനും കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ച സംഘടനയാണ് കേരള ഹരിജൻ സേവക സംഘ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം നടക്കുമ്പോൾ ജി.ഡി. ബിർളയായിരുന്നു അഖിലേന്ത്യാ ഹരിജൻ സേവക സംഘിൻ്റെ പ്രസിഡന്റ്. സെക്രട്ടറി എ.വി. താക്കറും. 1936 ഏപ്രിൽ 19 കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചു. കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് എന്നാ? 1936 ഏപ്രിൽ 19 1936 ഏപ്രിൽ 19 കേരളത്തിലെ ക്ഷേത്രപ്രവേശന ദിനം. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ ശ്രീമതി രാമേശ്വരി നെഹ്റു അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ. കേളപ്പൻ പ്രമേയം അവതരിപ്പിക്കുന്നു. 1936 നവംബർ 3 ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ ദിവാൻ സർ സി.പി. രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ചു. 1936 നവംബർ 24 ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ശ്രീ ചിത്ര തിരുനാൾ വിളംബരം പുറപ്പെടുവിച്ചു. ക്ഷേത്രപ്രവേശന വിളംബരം സ്മാരക കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു ചങ്ങനാശ്ശേരി കെ. പരമേശ്വരൻ പിള്ള. ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക കമ്മിറ്റിയാണ് തിരുവനന്തപുരത്ത് മഹാരാജ ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 1939 ജനുവരി 26 ബീക്കാനീറിലെ മഹാരാജ തറക്കല്ലിട്ട പ്രതിമയുടെ അനാച്ഛാദനം 1940 ജൂലൈ 20 ധോൽപൂരിലെ മഹാരാജാവ് നിർവഹിച്ചു. പ്രതിമയോടൊപ്പം ക്ഷേത്രപ്രവേശന വിളംബര സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ ആലേഖനം ചെയ്ത് സ്ഥാപിച്ചു. മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ 1938 ഡിസംബർ 1 സി. രാജഗോപാലാചാരി മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് അവതരിപ്പിക്കുന്നു. മലബാർ ക്ഷേത്രപ്രവേശന സ്വാഗത കമ്മിറ്റിയുടെ പ്രസിഡന്റ് കിടവത്ത് കൃഷ്ണൻ നായർ ആയിരുന്നു. 1947 മെയ് 31 മലബാർ ക്ഷേത്രപ്രവേശന സ്വാഗത കമ്മിറ്റി രൂപീകരിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് 1936 നവംബർ 12 എന്നാണ്. 1936 നവംബർ 12, അതായത് ശ്രീ ചിത്തിര തിരുനാൾ രാജാവിൻ്റെ 25ാം ജന്മദിനത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1936 നവംബർ 12 സർ സി.പി. രാമസ്വാമി അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ചത്. അപ്പോഴത്തെ ദിവാനായിരുന്ന സർ സി.പി. രാമസ്വാമി അയ്യരായിരുന്നു ശ്രീ ചിത്തിര തിരുനാളിനെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്താൻ പ്രേരിപ്പിച്ചത്. ഉള്ളൂർ എസ്. പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ്. പരമേശ്വര അയ്യർ. ഇത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ വിശേഷണങ്ങളാണ്. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട, ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെയെല്ലാം ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിക്കുന്നു. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശനത്തിൻ്റെ
വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അപ്പോൾ ഗാന്ധിജി തൻ്റെ അവസാന കേരള യാത്രയെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ഒരു തീർത്ഥാടനം എന്നായിരുന്നു. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്നാണ് സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം. തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ള. ഈ കേരളത്തിൻ്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട, ആധുനിക കാലത്തെ മഹാത്ഭുതം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഇനി മാറ്റത്തിന് തുടക്കം കുറച്ച് ജാഥകളുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യാചനാ യാത്ര 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ. സാമൂഹിക പരിഷ്കരണ ജാഥയാണെങ്കിൽ 1968 കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ VT ഭട്ടതിരിപ്പാട്. അപ്പം യാചനാ യാത്ര, സാമൂഹിക പരിഷ്കരണ ജാഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാട്. അടുത്തത് പട്ടിണി ജാഥ കണ്ണൂർ നിന്ന് മദ്രാസ് വരെ 1936 AK ഗോപാലൻ. ക്ഷേത്രജാഥ കണ്ണൂർ ഗുരുവായൂർ AK ഗോപാലൻ. മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ AK ഗോപാലൻ. കർഷക ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ AK ഗോപാലൻ. അപ്പോൾ AK ഗോപാലനുമായി ബന്ധപ്പെട്ട ജാഥകളാണ് പട്ടിണി ജാഥ, ക്ഷേത്രജാഥ, മലബാർ ജാഥ, കർഷക ജാഥ. സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ. ജീവശിഖ ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ സവർണജാഥയും ജീവശിഖാജാഥയും മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടതാണ്. രാജധാനി മാർച്ച് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആരാണ്? അക്കാമ ചെറിയാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യുദ്ധവിരുദ്ധ ജാഥ മാരംകുളം മുതൽ കുളത്തൂർക്കുന്ന് വരെ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കയിൽ യോഹന്നാൻ. കർഷക ജാഥ പാലക്കാട് മുതൽ സബർമതി വരെ ആനന്ദതീർത്ഥനും. ഉപ്പു സത്യാഗ്രഹ ജാഥ പാലക്കാട് നിന്ന് പയ്യന്നൂർ വരെ TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പു സത്യാഗ്രഹ ജാഥ പാലക്കാട്, പയ്യന്നൂർ, TR കൃഷ്ണസ്വാമി അയ്യർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ യാത്രകൾ ഓർത്തിരുന്നോണം കേട്ടോ. ഈ നവോത്ഥാന സംഘടനകളും സ്ഥാപകരും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങൾ, സ്ഥാപകർ, പരിഷ്കർത്താക്കൾ എന്നുള്ള ടോപ്പിക്ക് തീരും. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP 1903 ശ്രീനാരായണ ഗുരു. ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യ. ശൈവപ്രകാശ സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൈക്കാട് അയ്യ. സമത്വ സമാജം 1836 വൈകുണ്ഠസ്വാമി. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. ആത്മവിദ്യാസംഘം 1917 വാഗ്ഭടാനന്ദൻ. ആനന്ദ മഹാസഭ 1918 ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദര സംഘം 1917 സഹോദരൻ അയ്യപ്പൻ. CMI അമലോത്ഭവദാസ സംഘം സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC. അതുപോലെ തന്നെ CMI കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. ഇവയെല്ലാം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS 1909 പൊയ്കയിൽ യോഹന്നാൻ. ഇസ്ലാം ധർമ്മപരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇവയെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ വന്ന പ്രസ്ഥാനങ്ങളാണ്. തിരുവിതാംകൂർ ഈഴവ സഭ, മലബാർ എക്കണോമിക് യൂണിയൻ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഇവയെല്ലാം ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ വന്നതാണ്. ഈഴവ അസോസിയേഷൻ TK മാധവനാണ് 1902 സ്ഥാപിക്കുന്നത്. NSS നായർ സർവീസ് സൊസൈറ്റി 1914 മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ കല്യാണിദായിനി സഭ, ജ്ഞാനോദയം സഭ, സുധർമ്മ സൂര്യോദയ സഭ, അരയ വംശോദ്ധാരണി സഭ, അരയ സമാജം, അഖില കേരള അരയ മഹാസഭ ഇവയെല്ലാം പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചിൻ പുലിയ മഹാസഭ 1913 അതും പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ്. പണ്ഡിറ്റ് കറുപ്പനും കൃഷ്ണാദി ആശാനും ചേർന്നാണ് കൊച്ചിൻ പുലിയ മഹാസഭ രൂപീകരിക്കുന്നത്. സമസ്ത കേരളീയ അരയ മഹാജന യോഗം, അരയ വംശ പരിപാലന യോഗം, അരയ സർവീസ് സൊസൈറ്റി എന്നിവ ഡോക്ടർ വേലുക്കുട്ടി അരയൻ്റേതാണ്. കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ C കൃഷ്ണനാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ 1921 പാമ്പാടി ജോൺ ജോസഫ് അൻ്റേതാണ്. ചേരമർ ദൈവസഭ സോളമൻ മാർക്കോസ്. ജാതിനാശിനി സഭ 1933 ആനന്ദതീർത്ഥനും. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ആഗമാനന്ദ സ്വാമികളും. ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ. കേരള പുലയ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭ ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. അഭിനവ ഭാരത യുവക സംഘം
ശങ്കർ, AV കുഞ്ഞമ്പു എന്നിവരാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഓഡ് വൺ ആയിട്ടും എല്ലാം ചോദിക്കാം. അതുപോലെ തന്നെ ജാഥകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള മത നവീകരണ പ്രസ്ഥാനം പരിഷ്കർത്താക്കൾ, സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 ക്ലാസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണുക, കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനും മുമ്പോട്ട് പോകാനും കഴിയുള്ളൂ. ഡിഗ്രി പ്രിലിംസിൻ്റെ ടോപ്പിക് മുഴുവനും നമുക്ക് പഠിച്ചു തീർക്കണം എക്സാം ആകുമ്പോഴത്തേക്കും. ഒപ്പം നിങ്ങളും നിൽക്കുക. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.